പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ദുബായിൽ മദ്യത്തിന് വീണ്ടും നികുതി ഏർപ്പെടുത്തുന്നു. ജനുവരി 1 മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. 30% നികുതി ഈടാക്കാനാണ് ദുബായ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ ജനുവരി മുതൽ മദ്യത്തിന് വില കൂടും. നേരത്തെ ഏർപ്പെടുത്തിയ നികുതി കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഒഴിവാക്കിയിരുന്നു. ഈ ഫീസ് പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നിലവിലുണ്ടെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദുബായിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനയാകും മദ്യത്തിനേർപ്പെടുത്തുന്ന നികുതി ഇനത്തിൽ ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സിറിയയിൽ സർക്കാർ സൈന്യവും വിമതരും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമായി തുടരുന്നു. രാജ്യം വിടണമെന്ന് ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ്. സംഘർഷം രൂക്ഷമായതിനാൽ ഏറ്റവും നേരത്തെ ലഭിക്കുന്ന വിമാനങ്ങളിൽ പുറപ്പെടാൻ ഇന്ത്യക്കാരോട് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. സുരക്ഷയെക്കുറിച്ച് മുൻകരുതലെടുക്കാനും പുറത്തിറങ്ങുന്നത് കുറയ്ക്കാനും അധികൃതർ ആവശ്യപ്പെട്ടു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ സർക്കാർ സേനയ്ക്കെതിരെ വിമത ഗ്രൂപ്പായ ഹയത്ത് തഹ്രീർ അശാം നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് സ്ഥിതിഗതികൾ രൂക്ഷമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിലുടമ മരിച്ചാൽ സ്പോൺസറുടെ ബന്ധുവീടുകളിൽ വീട്ടുജോലിക്കാരെ നിയമിക്കുന്നത് അവരുടെ സമ്മതത്തോടെയാകണമെന്ന UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. തൊഴിലുടമയും റിക്രൂട്ടിംഗ് ഏജൻസികളും സംയുക്തമായാണ് വീട്ടുജോലിക്കാരുടെ സുരക്ഷ ഏറ്റെടുക്കേണ്ടത്. തൊഴിൽ കരാറിൽ ഒപ്പുവെച്ച തൊഴിലുടമയ്ക്ക് കീഴിലാണ് ഗാർഹിക തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടത്. എന്നാൽ തൊഴിലുടമ മരിച്ചാൽ കരാർ അസാധുവാകും. ഇത്തരം സന്ദർഭങ്ങളിൽ കരാർ കാലാവധി തീരുന്നതുവരെ സ്പോൺസറുടെ ബന്ധുവീടുകളിൽ ജോലി ചെയ്യാം. വീട്ടുജോലിക്കാർ വാർഷികാവധിയിൽ സ്വദേശത്ത് പോകുമ്പോൾ മടക്കയാത്ര ടിക്കറ്റിനടക്കം നൽകേണ്ടത് തൊഴിലുടമയാണ്. 2 വർഷത്തിലൊരിക്കൽ വിമാന ടിക്കറ്റോ അതിനു തുല്യമായ തുകയോ നൽകണം. പ്രതിവർഷം 30 ദിവസമാണ് ഗാർഹിക തൊഴിലാളികൾക്ക് അവധി നൽകുന്നത്. അവധി ദിവസം തീരുമാനിക്കേണ്ടത് സ്പോൺസറാണെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ ഡ്രൈവറില്ല യൂബർ ടാക്സി സേവനം ആരംഭിച്ചു. റൈഡുമായി സഹകരിച്ചാണ് എമിറേറ്റിന്റെ വിവിധയിടങ്ങളിൽ റോബോ ടാക്സി നിരത്തിലിറക്കിയത്. വാണിജ്യാടിസ്ഥാനത്തിൽ സേവനം അടുത്ത വർഷം മുതൽ. സാദിയാത്ത് ഐലൻഡ്, യാസ് ഐലൻഡ്, സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് ഡ്രൈവറില്ല ഊബർ ടാക്സികൾ ആദ്യഘട്ടത്തിൽ സർവീസ് നൽകുക. വൈകാതെ എമിറേറ്റിനുടനീളം സേവനം വ്യാപിപ്പിക്കും. അബുദാബിയിലെ ക്വാങ്ഷു ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പായ റൈഡുമായി സഹകരിച്ചാണ് ഊബർ തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര റോബോട്ടിക് സേവനം അവതരിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ സുരക്ഷാ ഓപ്പറേറ്റർ വാഹനത്തിലുണ്ടാകും. ഊബർ എക്സ് അല്ലെങ്കിൽ ഊബർ കംഫർട്ട് സർവീസസ് എന്നിവയിലൂടെ ഡ്രൈവറില്ല ടാക്സി ബുക്ക് ചെയ്യാം. തവസുൽ ട്രാൻസ്പോർട്ടിനാണ് റോബോ ടാക്സി സേവനത്തിന്റെ ഉത്തരവാദിത്തം നൽകിയിരിക്കുന്നത്. നവീന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിനും ഗതാഗത രംഗത്തെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അബുദാബിയുടെ ചുവടുവയ്പ്പാകും ഇത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US-ൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് കർശന പരിശോധന. 1 വർഷത്തിനിടെ നാടുകടത്തിയത് 519 ഇന്ത്യക്കാരെ. കണക്കുകൾ പുറത്തുവിട്ട് കേന്ദ്ര സർക്കാർ. 2023 നവംബർ മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് 519 ഇന്ത്യക്കാരെ US-ൽ നിന്ന് നാടുകടത്തിയത്. US-ൽ നിന്നുള്ള ഇന്ത്യക്കാരെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട TMC അംഗം മാല റോയിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ ആസാദ് ലോവർ ഹൌസിൽ അറിയിച്ചതാണ് ഇത്. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് US ഗവൺമെന്റ് ചാർട്ടേഡ് ഫ്ലൈറ്റുകളും ഉപയോഗിക്കുന്നു. അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെ കണ്ടെത്തുന്നതിന് US-ൽ കർശന പരിശോധനയാണ് നടന്നുവരുന്നത്. അതിർത്തികളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.